നമസ്കാരം, എല്ലാവർക്കും ദത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 17/5/2025 PSC നടത്തിയ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിയുടെ GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം 24-ാം തീയതി നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എഴുതാൻ പോകുന്നവര് തൊട്ടടുത്ത് നടന്നിട്ടുള്ള എല്ലാ PSC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നോക്കിയിട്ട് പോകുക. ആ ഒരു ഏതൊക്കെ പാറ്റേൺ ആണെന്നും കുറച്ചുകൂടെ ടഫ്നെസ് വരുമെങ്കിലും ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന മേഖലകൾ ഏതാണെന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, LDC ലെവലിലും എല്ലായ്പ്പോഴും ചോദിക്കുന്ന ചോദ്യം, ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഭാഗം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ചോദിക്കാറുണ്ട്, ഫ്രഞ്ച് വിപ്ലവവും ഏറ്റവും കൂടുതൽ തവണ ചോദിക്കാറുണ്ട്. അത് രണ്ടും കൃത്യമായിട്ട് പഠിക്കുക. 2, ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആരാണ്? ഓപ്ഷൻ സി, നെപ്പോളിയൻ. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി നെപ്പോളിയൻ. 3, എപ്പോഴും ആവർത്തിക്കുന്ന ലാഹോർ സമ്മേളനം. എല്ലാ ചോദ്യപേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ അതിനെ പറ്റിയിട്ട് കാണും. ഇതിനകത്ത് ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാമാണെന്നാണ് ചോദ്യം. ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. 2, 1927 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചു. 3, 1932 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. 4, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് ലാഹോർ സമ്മേളനത്തിനാണ്. എന്നത് തെറ്റായ പ്രസ്താവനയാണ്. വർഷം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ വർഷവും തെറ്റാണ്, ഈ വർഷവും തെറ്റാണ്. സോ ഇത് രണ്ടും തെറ്റാണ്, ഇത് രണ്ടും ശരിയാണ്. സോ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം തെറ്റാണ്. 4, എപ്പോഴും ചോദിക്കുന്ന ചോദ്യം. അപ്പം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ലാഹോർ സമ്മേളനം ചോദിക്കാറുണ്ട്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരെണ്ണമാണ് 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ സമരം നയിച്ച സ്ഥലങ്ങളും. അതുപോലെ തന്നെ ഇവിടെയും ചോദിച്ചിട്ടുണ്ട്. 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ശരിയായ രീതിയിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബഹദൂർ ഷാ സെക്കൻഡ്, ഷാമാൽ, മൗലവി അഹമ്മദുള്ള, ബീഗം ഹസ്രത്ത് മഹൽ. ഇതിനകത്ത് ബഹദൂർ ഷാ സെക്കൻഡും ബീഗം ഹസ്രത്ത് മഹലും ഒക്കെ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. അതുകൊണ്ട് നോക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ബഹദൂർ ഷാ സെക്കൻഡ് ഡൽഹി, ഷാമാൽ ബറാട്ട്, മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്, ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ. ഓപ്ഷൻ ഡി ആണ്. 5, തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ബി, 1865. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സാംസ്കാരിക വകുപ്പ് ഓപ്ഷൻ സി, സജി ചെറിയാൻ. 7, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. ബി, മരുഭൂമികളില് ബാഷ്പീകരണം വർഷണത്തെക്കാൾ കൂടുതലായിരിക്കും. എയും ബിയും ശരിയായ പ്രസ്താവന. 2 പ്രസ്താവന തന്നിട്ടുണ്ട്. അതിനകത്ത് എയും ബിയും ശരിയായ പ്രസ്താവനയാണ്. ബി എന്നത് എയുടെ ശരിയായ വിശേഷണമാണ്. എയും ബിയും ശരിയായ പ്രസ്താവന, എന്നാൽ ബി എയുടെ ശരിയായ വിശദീകരണമല്ല. എ ശരിയായ പ്രസ്താവന, ബി തെറ്റാണ്. എ തെറ്റ് പ്രസ്താവന, ബി ശരിയായ പ്രസ്താവന. ഇതിനകത്ത് ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ ആണ്. എയും ബിയും ശരിയാണ്. അതായത് ഉപ്പ് തടാകങ്ങൾ സാധാരണയായി മരുഭൂമികളിലാണ് കാണപ്പെടുന്നത്. മരുഭൂമിയില് എന്തിനേക്കാളും മഴയേക്കാളും കൂടുതൽ ബാഷ്പീകരണമാണ് നടക്കുന്നത്. അത് രണ്ടും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. അതായത് ബാഷ്പീകരണം കൂടുതൽ നടക്കുന്നത് കൊണ്ട് ഉപ്പ് തടാകങ്ങൾ രൂപപ്പെടുന്നു. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തത് 8, ഭൂമിയുടെ അകക്കാമ്പ്. ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞു എർത്തിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇന്റീരിയർ ഓഫ് എർത്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നതും അതുപോലെ സമുദ്രജല ചലനങ്ങള്, പ്ലേറ്റ് ടെക്ടോണിക്സ് പോലെയുള്ള കാര്യങ്ങൾ, സമുദ്രത്തിന്റെ ഫലകങ്ങളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിയറീസ് ഉണ്ട്. ആ മേഖല +1 ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസും ഇവിടെയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് എർത്തിന്റെ ഇന്റീരിയറും അതുപോലെ സമുദ്രജല പ്രവാഹവും +1 ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിക്കുക. ഭൂമിയിലെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇരുമ്പ്, നിക്കല്, Fe(Ni) അകക്കാമ്പിലുള്ളത്. അടുത്ത 9, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ്. ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ശരിയല്ലാത്ത, അതായത് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ബാക്കി 2 എണ്ണം ശരിയാണ്. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്.
അതുപോലെ ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ഇത് രണ്ടും ശരിയാണ്. 10 കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ഇടുക്കി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കോഡുകളിൽ നിന്നും കണ്ടെത്തുക. ദാമോദര നദി, ഗോദാവരി നദി, കൊയ്ന നദി, ബ്രഹ്മപുത്ര നദി ഓരോന്നിന്റെ വിശേഷണമാണ്. ഇതിനകത്ത് ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. അതായത് ഇതെല്ലാം കറക്റ്റ് ഓർഡർ ആണ്. ദാമോദര നദി ആസാമിന്റെ ദുഃഖം, ഗോദാവരി നദി ദക്ഷിണ ഗംഗ, കൊയ്ന നദി മഹാരാഷ്ട്രയുടെ ജീവനാടി, ബ്രഹ്മപുത്ര നദി ഇന്ത്യയുടെ ചുവന്ന നദി. ഇത് കറക്റ്റ് ആയിട്ട് A1, B2, C3, D4. അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത്? ബ്രൗൺ ഡയമണ്ട് ആണ് ലിഗ്നൈറ്റ്. അടുത്തത് RBIയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധമില്ലാത്തത്. ഇത് SCERT 9ാം ക്ലാസ്സിൽ നിന്നും ഡയറക്റ്റ് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിന്റെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് RBI ആണ്. പാവപ്പെട്ടവന്റെ ബാങ്ക് എന്ന് RBI ആരെങ്കിലും വിളിക്കുമോ? പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചുമ്മാ കൊടുക്കുമോ? ഇല്ല. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ്. അടുത്തത് കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കിക്കൊണ്ട് 1982 നിലവിൽ വന്ന സ്ഥാപനം എന്താണ്? അപ്പൊ 1982 നിലവിൽ വന്ന സാധനമായിരിക്കണം. അതുപോലെ എന്ത് ലക്ഷ്യം? കാർഷിക മേഖലാ വികസനം എന്ന് പറയുമ്പോൾ തന്നെ കുടുംബശ്രീ ഒന്നും അല്ല, നമുക്ക് ഈ വർഷം കാണുമ്പോൾ തന്നെ മനസ്സിലായി അല്ലെ. അവിടെ കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായ വികസനം, കൈത്തൊഴിൽ വികസനം. എന്താണ് ആൻസർ? നബാർഡ്. അടുത്ത ഇത് രണ്ടും സെയിം ചാപ്റ്ററിൽ നിന്ന് വന്നാണ്, RBIയും നബാർഡും. 15 സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറി ആദ്യമായിട്ട് അവതരിപ്പിച്ചത് എല്ലാവർക്കും അറിയാം, ദാദാഭായ് നവറോജി. ശ്രദ്ധിച്ചോ, നമ്മൾ ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്ത ചോദ്യപേപ്പറിനകത്തും ദാദാഭായ് നവറോജിയുടെ ഇതേ ചോദ്യം ഉണ്ടായിരുന്നു, വേറെ രീതിയിൽ ഈ ചോദ്യപേപ്പറിലും ഉണ്ട്. അതുപോലെ നീതി ആയോഗ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതിവിടെയും ഉണ്ട്. നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ചോദ്യപേപ്പറിലും നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നീതി ആയോഗിന്റെ ലക്ഷ്യം കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഓപ്ഷൻ എ ആണ്. അപ്പൊ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് ജൈവ കൃഷി രീതി ഉപയോഗിച്ചിട്ട് കാർഷികോൽപാദനം. അങ്ങനെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല അല്ലെ. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക, പക്ഷെ ജൈവ കൃഷി രീതി ഉപയോഗിച്ച് മാത്രമാണോ? അല്ല. ബാക്കി എന്തൊക്കെയാ? വ്യവസായ മേഖലയിലെ സർക്കാരിന്റെ പങ്കാളിത്തം കുറയ്ക്കുക അല്ലെ. അവിടെ നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തപ്പോൾ കൂട്ടുക എന്നായിരുന്നു, അപ്പൊ അത് തെറ്റായിപ്പോയി. ഇത് കറക്റ്റ് ആണ്. മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വിദ്യക്ക് ഉപയോഗിക്കുക. ഇതെല്ലാം ശരിയായ പ്രസ്താവനയാണ്. സോ ഓപ്ഷൻ എ ആണ് തെറ്റ്. അടുത്തത് ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയാണ്? ദ്വിതീയ മേഖല, പ്രാഥമിക മേഖല, തൃതീയ മേഖല. ഇതിനകത്ത് ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് ഏതാണത്? തൃതീയ മേഖലയാണ് അല്ലെ. തൃതീയ മേഖല എന്ന് പറയുമ്പോൾ സേവന മേഖലയാണ്, സേവനം, സർവീസ് സെക്ടർ ആണ്. അടുത്തത് 18 ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറഞ്ഞവയിൽ എന്തിന്റെ രൂപീകരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി RBIയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 19 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇത് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? നമുക്ക് ഈ ഡേറ്റ് കണ്ടോ? 1949 നവംബർ 26 എന്ന് എഴുതിയിരിക്കുന്ന ഡേറ്റ് എവിടെയാ? ആമുഖത്തിൽ അല്ലെ. നമ്മളോട് നേരെ മറിച്ചും തിരിച്ചും ചോദിക്കാറുണ്ട്. ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഡേറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. 1949 നവംബർ 26. ഇത് അതുപോലെ കാണപ്പെടുന്നത് നമ്മുടെ പ്രിയാമ്പിളിനകത്താണ്. 20 താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഇവിടെ ആർട്ടിക്കിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സൈനികമോ വിദ്യാസംബന്ധമോ ആയ പ്രാഗൽഭ്യത്തിനല്ലാതെ ഒരു തരത്തിലും സ്ഥാനപ്പേര് രാഷ്ട്രം നൽകാൻ പാടില്ലെന്ന് ആർട്ടിക്കിൾ 18. പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമ സംഹിത നടപ്പിലാക്കുക, യൂണിഫോം സിവിൽ കോഡ് 44. തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും ഇതിൽ ഏത് രൂപത്തിലുള്ള ആചരണം വിലക്കുകയും ചെയ്യുന്നത്? വകുപ്പ് 17, ആർട്ടിക്കിൾ 17. മനുഷ്യ കച്ചവടത്തിന്റെയും നിർബന്ധിച്ച് പണി ചെയ്യിക്കലിന്റെയും നിരോധനം, വകുപ്പ് 23. ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്തത് തെറ്റായിട്ടുള്ളത് ഏതാ? ഓപ്ഷൻ തെറ്റായിട്ടുള്ളതല്ല, ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം ശരിയാണ്, പക്ഷെ കൂട്ടത്തിൽ പെടാത്തതെന്ന് പറയുന്നത് ഇതിനകത്ത് ഏതാണ്? ഈ ഒരു സെക്ഷൻ ആണ്. ബാക്കിയെല്ലാം തന്നെ എന്താ? ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് വരുന്നതാണ്. ഇത് മാത്രം ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല, DPSPയിലേക്ക് പോയി. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. ഇവിടെ ഭരണഘടന ഭേദഗതികൾ കൊടുത്തിട്ടുണ്ട്, ഏത് വകുപ്പാണെന്ന് കൊടുത്തിട്ടുണ്ട്, എന്താണ് അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. 42nd ഭേദഗതി, വകുപ്പ് 21A ത്രിതല പഞ്ചായത്ത്, 44ാം ഭേദഗതി, 11ാം പട്ടിക മൗലിക കടമ. ഇതിനകത്ത് കൃത്യമായിട്ട് ഭരണഘടനാ ഭേദഗതിയെ എങ്ങനെയാണ് നമുക്ക് ചേരുംപടി ചേർക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ മാത്രം ഞാനൊന്ന് പറയാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് 1D എന്താ? 42ാം ഭരണഘടനയെ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടും അല്ലെ.
മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. അതിനകത്ത് എന്തുണ്ട്? മൗലിക കടമകളുമായിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 2C4 എന്നാ പറഞ്ഞിരിക്കുന്നത്. 44ാം ഭരണഘടനാ ഭേദഗതി 300A എന്ന് പറയുന്നത് എന്താണ്? 300A എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും സ്വത്തവകാശം എടുത്ത് മാറ്റിയിട്ട് അത് നിയമാവകാശമാക്കി മാറ്റിയത് 300A പ്രകാരമാണ്. ഇത് 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. അടുത്തത് 3B1 എന്നാ പറഞ്ഞിരിക്കുന്നത്. 3B അതായത് 73ാം ഭരണഘടനാ ഭേദഗതി 11ാം പട്ടിക, അതുപോലെ ത്രിതല പഞ്ചായത്ത് രൂപീകരണം. ഓക്കെ, അതുപോലെ 86ാം ഭരണഘടനാ ഭേദഗതി 4A എന്നാ പറഞ്ഞിരിക്കുന്നത്. 21A എന്തുമായിട്ട് ബന്ധപ്പെട്ട്? വിദ്യാഭ്യാസ അവകാശം, അല്ലെ? വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റി. അപ്പൊ ഇത് ഈസി ചോദ്യമാണ്, പക്ഷെ ചെറിയൊരു കൺഫ്യൂഷൻ വരുമെന്നേ ഉള്ളൂ. അടുത്തത് 22. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? കൺകറന്റ് ലിസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കലും പിന്തുടർച്ച അവകാശവും. ഇതിനകത്ത് ഏതൊക്കെയാണ് കൺകറന്റിനകത്ത് വരുന്നത്? ഓപ്ഷൻ ബി 1, 2, 3, 4, 5, 6 ഇതെല്ലാം എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ പെട്ടവയാണ്. 23 രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, സെയിം ക്വസ്റ്റ്യൻ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്കൊരു പറഞ്ഞു വന്നപ്പോൾ ഒരു തെറ്റും പറ്റിയായിരുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണെന്ന് ഞാൻ തെറ്റി പറഞ്ഞു. അതായത് എക്സ്പ്ലനേഷൻ വന്നപ്പോൾ തിരിഞ്ഞു പോയതാണ്. രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. അതിൽ നിന്നും 2 വർഷത്തില് പകുതി ആൾക്കാർ പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. 1/3 ആൾക്കാർ പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇനി രാജ്യസഭയുടെ കാലാവധി 6 വർഷം. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP, അത് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് എന്ന സമ്പ്രദായത്തിലൂടെയാണ്. രാജ്യസഭാ അംഗമാകണമെങ്കിൽ 35 വയസ്സ് പൂർത്തിയാകണം. രാജ്യസഭയുടെ മറ്റൊരു പേരാണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ. ഇതിനകത്ത് ഏതൊക്കെ പ്രസ്താവനയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയായിട്ട് വന്നിരിക്കുന്നത്? ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും എന്താണ്? തെറ്റാണ്, അല്ലെ? പ്രസ്താവനകളെല്ലാം തന്നെ ഇതിനകത്ത് തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് ഇനി ഞാൻ പറയണ്ടല്ലോ, രാവിലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കാരണം അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, രാജ്യസഭയെ പറ്റിയിട്ട് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അറിയാവുന്നത്? രാജ്യസഭയെ നമ്മൾ എന്താ വിളിക്കുന്നത്? മറ്റൊരു പേരെന്താ വിളിക്കുന്നത്? അപ്പർ ഹൗസ് എന്ന് വിളിക്കും, അല്ലയോ? പാർലമെന്റിന്റെ ഉപരിസഭ എന്ന് വിളിക്കാറുണ്ട്. രാജ്യസഭ രൂപീകൃതമായത് ഭരണഘടനയുടെ 80ാം വകുപ്പ് പ്രകാരമാണ്, അല്ലെ? 80ാം വകുപ്പ് പ്രകാരമാണ് രൂപീകൃതമായത്. നിലവിൽ വന്ന ഡേറ്റ് എന്നാ? രാജ്യസഭ 1952 അല്ലെ? ഏപ്രിൽ 3-ാം തീയതിയാണ് നിലവിൽ വന്നത്. ഏപ്രിൽ 3, 1952 നിലവിൽ വരുന്നത്. ആദ്യമായി സമ്മേളനം നടന്നത് മെയ് 13 1952 മെയ് 13 ഫസ്റ്റ് സമ്മേളനം നടന്നു. ഓക്കെ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഇപ്പൊ നമ്മളോട് ചോദിച്ചു ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്ന് വിളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു, അല്ലെ? ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നല്ല വിളിക്കുന്നത്. എന്താണ് നേരിട്ട് വിളിക്കുന്നത്? എന്താ വിളിക്കുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞ പേരെന്താ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, അല്ലെ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നായിരുന്നു ഇതിന്റെ പേര്. പിന്നീട് രാജ്യസഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചതാണ്. അത് 1954 ഓഗസ്റ്റ് 23 പറഞ്ഞതുകൊണ്ട് തന്നെ ഇതൊരു സ്ഥിരം സഭയാണ്, അല്ലെ? സ്ഥിരമായിട്ടുള്ള ഒരു സഭയാണ്. അതുപോലെ ഓരോ സംസ്ഥാനത്തിനും രാജ്യസഭയിലെ പ്രതിനിധികളെ ആ സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെടാവുന്നത് ഒറ്റ വോട്ട് വഴി. ഓക്കെ, അതായത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് പ്രകാരമാണ്. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ചിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. 6 വർഷമാണ് രാജ്യസഭാംഗത്തിന്റെ കാലാവധി. രാജ്യസഭ അംഗത്തിന്റെ കാലാവധിയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തെറ്റിക്കരുത്. ഇവിടെ രാജ്യസഭയുടെ കാലാവധി 6 എന്നാണ്. അത് കാണുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് അതങ്ങ് ശരിയാണെന്ന് വിചാരിക്കും, അല്ലെ? രാജ്യസഭയുടെ കാലാവധിയാണ് ഇവിടെ, അല്ല, രാജ്യസഭ അംഗത്തിന്റെ കാലാവധിയാണ്. രാജ്യസഭയുടെ കാലാവധി എന്താ? കാലാവധി ഇല്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ടോ? ഉണ്ട്, സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്, ആണല്ലോ. അതുപോലെ അതിന്റെ അധികാരങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. നമ്മൾ സമയം കിട്ടുവാണെങ്കിൽ അതൊന്നുകൂടെ ഒക്കെ ഒന്ന് റിവിഷൻ ചെയ്യാം. അടുത്തത് ഇന്ത്യൻ രാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏതാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്ന നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാം. 2, മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. 3, രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരം. 4, രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരം. ഏതാണ്? 4 ഒള്ളി, അതായത് 4 ഒള്ളി എന്നുള്ളതാണ് പെടാത്തത്. ഗവർണറെ നിയമിക്കാനുള്ള അധികാരമാണ് വിവേചനാധികാരത്തിൽ പെടാത്തത്. അപ്പം രാഷ്ട്രപതിയുടെ മറ്റ് അധികാരങ്ങൾ എന്തൊക്കെയാണ്?
എന്തൊക്കെയാണ് കൃത്യമായിട്ട് നോക്കുവാണെങ്കിൽ എക്സിക്യൂട്ടീവ് അധികാരമുണ്ട്, ലെജിസ്ലേറ്റീവ് അധികാരമുണ്ട്, ഫിനാൻഷ്യൽ അധികാരമുണ്ട്, ജുഡീഷ്യൽ ആയിട്ടുള്ള അധികാരം, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അധികാരമുണ്ട്, മിലിറ്ററി പരമായിട്ട് വീറ്റോ അധികാരം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. ഇതൊക്കെ എന്താണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അധികാരങ്ങളാണ്. അതും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഈ പറഞ്ഞ കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇതിനകത്ത് പറഞ്ഞല്ലോ പോക്കറ്റ് വീറ്റോ. എന്താ പോക്കറ്റ് വീറ്റോ? ഒരു ബിൽ ഒപ്പിടാതെ ഒരു അനിശ്ചിത കാലത്തേക്ക് കൈവശം വെക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് പോക്കറ്റ് വീറ്റോ, അല്ലയോ? ഇത് ആദ്യമായിട്ട് പ്രയോഗിച്ച രാഷ്ട്രപതി ആരാണ്? ഗ്യാനി സെയിൻ സിംഗ് ആണ്. അതുപോലെ മറ്റ് വീറ്റോ അധികാരങ്ങൾ എന്തൊക്കെയാണ്? വീറ്റോ അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതൊക്കെയാണെന്നും ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പറയും? 111 അല്ലെ? വീറ്റോ അധികാരത്തെ പറ്റിയിട്ടും മറ്റുമൊക്കെ പറയുന്ന ആർട്ടിക്കിളാണ് 111. 4 തരത്തിലുള്ള വീറ്റോ അധികാരമാണ്: അബ്സല്യൂട്ട് വീറ്റോ, പോക്കറ്റ് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, ക്വാളിഫൈഡ് വീറ്റോ. ഇങ്ങനെ 4 തരത്തിലുള്ള വീറ്റോ അധികാരങ്ങളാണുള്ളത്. അപ്പം അബ്സല്യൂട്ട് വീറ്റോ, പോക്കറ്റ് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ എന്നിവ അടങ്ങിയതാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു പോക്കറ്റ് വീറ്റോ കയ്യിൽ വെക്കാനുള്ളതാണ്. അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ലില് ഒപ്പിടാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം, അതാണ് അബ്സല്യൂട്ട് വീറ്റോ. ഇനി സസ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഒരു ബില്ല് പാർലമെന്റിന്റെ പുനഃപരിശോധനയ്ക്കായിട്ട് രാഷ്ട്രപതി അയക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന വീറ്റോ അധികാരമാണ് സസ്പെൻസീവ്, അതായത് പുനഃപരിശോധന. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു പുനഃപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയക്കുക, സസ്പെൻസീവ് വീറ്റോ. അപ്പൊ ബാക്കിയെല്ലാം ഉണ്ട്. ഇതിനകത്ത് ഗവർണറെ നിയമിക്കാനുള്ള അധികാരം മാത്രം വിവേചനാധികാരത്തിൽ വരുന്നില്ല. 25, ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയിട്ടുള്ള ഭരണഘടന ഭേദഗതി ഏതാണ്? ഏത് അമെന്റ്മെന്റ് പ്രകാരം? 104 ആംഗ്ലോ ഇന്ത്യൻസ് 2 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പൊ അതങ്ങ് മാറ്റി. 26, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഇന്ത്യയിലെ നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കാൻ അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉത്തരവുകളെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇത് രൂപീകരിച്ചത് 1951 ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. അപ്പൊ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് ആൻസർ. എല്ലാ പ്രസ്താവനയും ശരിയാണ്. ഇന്ത്യയിലെ നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയിക്കാനുള്ള അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷന്. നിയമം ഈ ഒരു കമ്മീഷൻ വരുന്നത് 51 ഇങ്ങനെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉത്തരവുകളെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. 27, ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള? ഫിനാൻഷ്യൽ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് 280. ഇതിന്റെ കാലാവധി 5 വർഷം. ഇന്ത്യൻ ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം മുംബൈയാണ്. ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇതിന്റെ നിലവിലത്തെ ചെയർമാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടത് 280 ആണ്. ധനകാര്യ കമ്മീഷൻ 280 ആർട്ടിക്കിൾ ആണ്. കാലാവധി 5 വർഷമാണ്. അതുപോലെ അരവിന്ദ് പനഗരിയാണ് ഇതിന്റെ നിലവിലത്തെ ചെയർമാൻ. ആസ്ഥാനം മുംബൈ അല്ല. അടുത്തത് 28, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം നൽകണം. 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ കൊടുക്കണം. ഇതിനകത്ത് ശരിയായ പ്രസ്താവന ഏതൊക്കെയാ? ഓപ്ഷൻ ഡി 1, 2, 3 ഇവ എല്ലാം. അടുത്തത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങളുണ്ട്? ഓപ്ഷൻ എ 15 അംഗങ്ങൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്. താഴെ പറയുന്നതിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരൻ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുട്ടി എന്നുള്ളത് 18 വയസ്സിൽ താഴെ. ഇനി മുതിർന്ന പൗരൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഓപ്ഷൻ ബി 60 വയസ്സ് കഴിഞ്ഞാൽ മുതിർന്ന പൗരനായി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് താഴെ പറയുന്നവയിൽ ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് റാംഡിയോ മിശ്ര. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി ആരുടെയാണ്? റാംഡിയോ മിശ്ര. അടുത്ത നെക്സ്റ്റ് ചോദ്യം 33, തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റ് ഏതാണ്? UNEP സ്ഥാപിതമായ വർഷം 1972 ആണ്. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ചത് 1971 ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ സ്ഥാപിച്ച വർഷം 1995 ആണ്. ഇതിനകത്ത് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. 3 മാത്രം. ഇത് മാത്രം തെറ്റാണ്. ബാക്കിയെല്ലാം ശരി. ഇത് രണ്ടും ശരിയാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. അപ്പം ഇതിനകത്ത് താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടുന്ന് താഴോട്ട് കുറച്ച് സയൻസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് നിലവില് ഈ സയൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിഗ്രി ലെവലിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ട് GK ക്വസ്റ്റ്യൻസ് നിർത്തുന്നതായിരിക്കും.
സാൽമണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തില് വിറയലോടുകൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഇതിനകത്ത് ഇതാണ് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി 1, 2, 3 ശരിയാണ്. അടുത്ത, മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നുവെന്ന് വെളിവാക്കുന്ന 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം, ദ 6th എക്സ്റ്റൻഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഇതൊക്കെ നോക്കിയൊന്ന് വെച്ചേക്കണം. ഓപ്ഷൻ ബി എലിസബത്ത് കോൾബർട്ട്. ഒരു നിശ്ചിത അളവിൽ CO2 പോലെയുള്ള ഹരിതഗ്രഹവാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റ് ഉണ്ട്. ആ പെർമിറ്റിന്റെ പേരാണ് കാർബൺ ക്രെഡിറ്റ്. പഠിച്ചു വെക്കണേ. കാർബൺ ക്രെഡിറ്റ് എന്താണെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് പഠിക്കാം. 37 കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ജീവനി, അല്ലെ? ജീവനി പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പൊ പല സൈക്കോളജിസ്റ്റിനെ ഒക്കെ വിളിക്കുന്നുണ്ട്. അപ്പം കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായിട്ട് കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ജീവനി പദ്ധതി. 37 ചോദ്യങ്ങളാണ് GK പോർഷനിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഈ പോർഷൻസ് തിരിച്ചറിഞ്ഞ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനാണ് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ നടത്തുന്നത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.